സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇതാ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് തുടങ്ങാണ് കേട്ടോ. ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് 2-3 ദിവസമായി കേട്ടോ. അന്നിതാ ചായക്കടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചായക്കടി ഉണ്ടാക്കാത്തത് വേറെ ഒന്നുമല്ല കേട്ടോ, കോളിഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് കണ്ടപ്പോൾ വിഷ്ണുവിനോട് ചോദിച്ചു, വിഷ്ണു കോളിഫ്ലവർ ഉണ്ട്, സ്കൂൾക്ക് ഉണ്ടാക്കി തരാം, ഈ കൊണ്ടുപോകില്ലേ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, വേണ്ട അമ്മ, രാവിലെ എനിക്ക് ചോറ് മതി, കോളിഫ്ലവർ പൊരിച്ചേരിയ പപ്പടം കാച്ചാലും മതിയെന്ന്. എന്നാൽ പിന്നെ എനിക്ക് അല്ലെങ്കിൽ ജലദോഷം, ചെവി വേദനയും പനിയൊക്കെ ആയതുകൊണ്ട് ചായക്കടി ഉണ്ടാക്കാൻ വലിയ ആഗ്രഹമൊന്നുമില്ല കേട്ടോ, മടിച്ചിട്ടല്ല, വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്താട്ടി, ഞാനിന്ന് ചോറ് ഇങ്ങോട്ട് രാവിലെ ഉണ്ടാക്കി വെച്ചു. ഇനിയിപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛനും രാജൊക്കെ പണിയേറി വരുമ്പോൾ തന്നെ കഞ്ഞി കുടിക്കാമല്ലോ, കഞ്ഞിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെക്കാമെന്നും കരുതി. ഒന്നേറെ എൻ്റെ വല്ലായ്മ കൊണ്ടാട്ടോ ഉണ്ടാക്കാൻ മടിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു പച്ചരി വെള്ളത്തിലിട്ടാലോ, റേഷൻ കടയത്തെ പച്ചരി ഉണ്ടായിരുന്നു, വെള്ളത്തിലിട്ടാൽ രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. പക്ഷെ പിന്നെ എന്തോ എനിക്കങ്ങനെ തോന്നിയില്ല. അങ്ങനത്തെ കോളിഫ്ലവർ ഞാൻ നന്നാക്കി എടുക്കട്ടെ. പിന്നെ പറഞ്ഞാൽ വിഷ്ണുവിന് ഒക്കെ കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ചോറ് ഞാൻ നേരത്തെ രാവിലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ കുടുക്ക മാറ്റിയാണ്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. അപ്പോൾ കോളിഫ്ലവർ പൊരിച്ചെടുക്കും വേണം. ഇതായിട്ട് വേണം വിഷ്ണുവിന് ചോറ് കൊടുക്കാൻ. പിന്നെ അതുമല്ല, കോളിഫ്ലവർ അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെക്കുകയാണ് കേട്ടോ. ആ ഒരു വെള്ളത്തിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം അങ്ങോട്ട് വേവൊന്നും വേണ്ട കേട്ടോ, ഒരു പാതി വെന്തതിന് ശേഷം നമുക്കത് വാങ്ങിയേക്കാം. പിന്നെ ഞാൻ വെള്ളം വെച്ചിട്ടുള്ളൂ കേട്ടോ. ഞാനിത് തിളക്കണതിൻ്റെ മുന്നേ വേഗം കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി ഇത് അരിഞ്ഞെടുക്കട്ടെ. കോളിഫ്ലവർ ഒന്നും ഇപ്പോൾ വാങ്ങലേ ഇല്ല, കുറേ ആയി വാങ്ങിയിട്ട്. അതേപോലെ തന്നെ കിഴങ്ങ് പൊരിച്ചതൊന്നും ഇപ്പോൾ സ്കൂൾക്ക് കൊണ്ടുപോവില്ല കേട്ടോ. ആദ്യമൊക്കെ കാരണം എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്കൂൾക്ക് കൊണ്ടുപോകണമെന്ന്, ഇപ്പം അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. ഇന്നാലും ഞാൻ ചോദിക്കും കേട്ടോ, എന്തെങ്കിലും ഉണ്ടാക്കി തരണ കുഞ്ഞെന്നൊക്കെ ചോദിക്കും. പക്ഷെ ഓൻ പറയും, വേണ്ട അമ്മ, ഞാൻ ഉണ്ടാക്കിയാണ്ട് നിങ്ങൾ ഗതിയിടണ്ട പറഞ്ഞാണ്ട് ഓൻ കൊണ്ടുപോവില്ല കേട്ടോ. ഞാൻ പറയലൊക്കെ ഉണ്ട്. പിന്നെ ഓന് വേണ്ടാന്ന് പറയൂ കേട്ടോ. ഏതായാലും അത് പൊരിക്കാൻ നോക്കട്ടെ. നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഒക്കെ കൂട്ടാർക്ക് ഇഷ്ടമാകുമല്ലോ നിങ്ങൾക്ക് അറിയില്ല മക്കളെ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കില്ല കേട്ടോ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. കോളിഫ്ലവർ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കോളിഫ്ലവർ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ നോക്കട്ടെ കേട്ടോ. കോളിഫ്ലവർ വന്നതിന് ശേഷം ഞാനൊരു വേറെ പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പപ്പടം കാച്ചെടുക്കുകയാണ്. ഉച്ചക്കൊക്കെ കണ്ടാണ് കേട്ടോ പപ്പടം കാച്ചെടുക്കണത്. ഏതായാലും ബാക്കിയും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ. അടുക്കളയിൽ ഓരോ പണിയെടുക്കുന്ന തിരക്കിലാണ് കേട്ടോ ഒരു വണ്ടീൻ്റെ ഒച്ച കിട്ടണത്. ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞു, അല്ല വിഷ്ണു, കല്ലുവണ്ടി വന്നെന്ന് തോന്നണില്ലേ, നമുക്കൊന്ന് നോക്കി നോക്കാറ്. സിറ്റ് ഔട്ടിക്ക് ഇവിടെ തിരിച്ചു വന്നു കേട്ടോ. അപ്പോഴാണ് കല്ലുവണ്ടീനെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് മക്കളെ നമ്മളെ മനസ്സിനൊരു സമാധാനം കിട്ടുന്നത്. അപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ വിളിച്ച് ചോദിച്ചേന്നു കേട്ടോ, ഇനിയിപ്പോൾ പടം എന്നാ തുടങ്ങണതെന്ന് ചോദിച്ചേന്നു. അപ്പം എന്തായാലും തിങ്കളാഴ്ച ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് നമുക്ക്. പക്ഷെ എന്താ ഏതാ ഒന്നും അറിയില്ല, എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. അതേ മാത്രമേ ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം പണിക്കാർക്ക് ഒരു ഒഴിവുണ്ടെങ്കിലല്ലേ നമ്മളെ പണിയൊക്കെ ബാക്കി വന്നെടുക്കാൻ പറ്റുള്ളൂ അല്ലേ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോഴത്തേനും പ്രതീക്ഷിക്കുമ്പോഴത്തേനും പണിക്കാരെ കിട്ടിക്കോണമെന്നും ഉണ്ടാവില്ല. എന്നാലും എത്രയും പെട്ടെന്നായാൽ അത്രയും നല്ലതെന്ന് നമ്മൾ വിചാരിക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കല്ലുവണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ശനിയാഴ്ച വെള്ളിയാഴ്ച ഒന്നും പടവാരില്ലേന്നു. ഇനിയിപ്പോൾ തിങ്കളാഴ്ചത്തെ ദിവസം എന്താ എനിക്കറിയില്ല, വരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന എനിക്കുള്ളൂ കേട്ടോ. കുന്നോളം ഇങ്ങോട്ട് ആഗ്രഹിച്ച ഒരു പൊടിയോളെങ്കിലും നടക്കാതിരിക്കൂല എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താ ഏതാ വാർപ്പിൻ്റെ കാര്യം നടക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കണം. പിന്നെ നമ്മളെ കൂട്ടുകാരെ പ്രാർത്ഥന ഇല്ലായ്മ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ വാർപ്പും എത്രയും പെട്ടെന്ന് ആവട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ കല്ലൊക്കെ തട്ടി വണ്ടി ഇതാ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാനും വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കല്ലും വണ്ടീനെ. സൂര്യമോള് അപ്പോൾ ആ ഒരു സമയത്ത് എണീറ്റിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ സൂര്യമോളെ കുറേ വിളിച്ചു, സൂര്യമോളെ എവിടെ വന്ന് നോക്ക്, നമ്മളെ മുറ്റത്തേക്ക് നോക്കി നോക്ക്, വണ്ടി വന്നിട്ടുണ്ട് പറഞ്ഞിട്ട്. എവിടെ, ഓള് നല്ല ഉറക്കമാണ്. അപ്പോൾ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ കോളിഫ്ലവർ ഇതാ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ മക്കൾക്ക് ചോറ് കൊടുക്കട്ടെ കേട്ടോ. സൂര്യമോള് പല്ലൊന്നും തേച്ചിട്ടില്ല, വിഷ്ണുവിനുള്ള ചോറ് കൊടുക്കട്ടെ. കുറച്ചും കൂടെ ഉള്ളു. വിഷ്ണു ഇന്നിപ്പോൾ ചായക്കടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ചോറായതുകൊണ്ട് പിന്നെ എളുപ്പം ഉണ്ടാവാനും.
അങ്ങനെ ഇതാക്കണ ഞാൻ പിന്നെ പപ്പടം കാച്ചു കോളിഫ്ലവറും അതുള്ളൂ കേട്ടോ. പിന്നെ അച്ചാറുണ്ടായിരുന്നു, വിഷ്ണുവിന് വേണമെന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. എന്തായാലും ഞാൻ ഈ ചോറ് കൊടുക്കട്ടെ. അങ്ങനെ ചോറൂറ്റൊക്കെ കഴിഞ്ഞാണ്ട് വിഷ്ണു ബാഗ് എടുത്താണ്ട് സ്കൂൾക്ക് പോകാൻ പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് സൂര്യമോളുണ്ട് സൂര്യയെ ഉമ്മ കൊണ്ടാ ടാറ്റ കൊണ്ടാ താട്ടം പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സൂര്യമോൾ അവിടെ ഇരുന്ന് കളിക്കുക എഴുതുക എന്തോ ഭയങ്കര തിരക്കിലാണ്. അതിൽ ഞാൻ പറഞ്ഞു കുഞ്ഞെ എന്താ വേഗം പോയിക്കോ വണ്ടി പോവുള്ളൂ കാരണം ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഓനെ പറഞ്ഞേക്കട്ടെ ഏതായാലും. എന്നാൽ പിന്നെ സൂര്യമോളെയും കൊണ്ടാക്കാലോ അംഗൻവാടിക്ക്. പോയി വരാറിയണം. അങ്ങനെ സൂര്യമോളെ അംഗൻവാടിക്ക് കൊണ്ടാക്കിയാണ്ട് അംഗൻവാടിയിൽ നിന്നൊക്കെ പോന്നാണ്ട് ഞാൻ കറിക്ക് നന്നാക്കാണ് കേട്ടോ. കറി എന്താ വെച്ചാൽ ഉള്ളിയും കിഴങ്ങും ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ ഒരു ചെറിയ കുമ്പളങ്ങ ഉണ്ട്. അപ്പോൾ ആ കുമ്പളങ്ങൻ്റെ കഷ്ണമൊക്കെ ഇങ്ങോട്ട് എടുത്ത് നന്നാക്കണം. ഇന്നിപ്പോൾ ഇതാണ് കേട്ടോ കറി. ഇറച്ചി മീൻ വാങ്ങലില്ലോ ചോദിച്ചാൽ കഴിഞ്ഞ ഞായറാഴ്ച ഒക്കെ ഒരു കല്യാണം കൊണ്ട് ആറാട്ട് പറഞ്ഞ പോലെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ തിന്നും മടുത്തിക്കണം. പിന്നെ പച്ചമീൻ പറഞ്ഞാൽ വല്ലാണ്ട് ഇങ്ങോട്ട് വാങ്ങലൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അധികം ഇങ്ങോട്ട് പോവുക പറഞ്ഞാൽ പച്ചക്കറി തന്നെ. എന്നോട് എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട് എങ്ങനെയാണ് ഈ പച്ചക്കറി കൂട്ടി ഇങ്ങനെ തിന്ന് ജീവിച്ച് പോണത്, വല്ല ഇറച്ചി മീനൊക്കെ വീട്ടിൽ വാങ്ങിക്കൂടെ എന്ന് ചോദിക്കലുണ്ട് കേട്ടോ. അപ്പം ഞമ്മക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ പറഞ്ഞാണ്ട് ഇന്ന് ഈ ഒരു ഉള്ളിയും കിഴങ്ങൊക്കെ മതി കറി. പിന്നെ പറഞ്ഞാൽ നാളികേരം അരച്ച് വെക്കും, അതിക്ക് ഒരു ചമ്മന്തി ഉണ്ട്. പിന്നെ പറഞ്ഞാൽ ചമ്മന്തിയും പപ്പടവും ഉപ്പേരിയും ആയിട്ട് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതന്നെ നല്ല വിഭവങ്ങളല്ലേ അല്ലേ. എന്തായാലും ഞാനിത് നന്നാക്കി എടുക്കട്ടെ കേട്ടോ. പിന്നെ ഇങ്ങോട്ട് ഞാൻ ഒരുപാട് വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. കറിയൊക്കെ വെന്തു, നാളികേരം അരച്ചിട്ടു, കറിവേപ്പിലിട്ടു, വെണ്ടക്ക തക്കാളി ഇട്ടു, ആവശ്യത്തിനുള്ള പുളിയും പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ടാണ്ട് നമ്മളെ കറി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണ മക്കളെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു ഇവിടെ കഴുകാൻ വേണ്ടിയിട്ട്. കുറച്ചധികം പാത്രങ്ങൾ തന്നെ ഉണ്ട് കഴുകാൻ. അപ്പോൾ അതും കൂടെ ഒന്ന് കഴുകട്ടെ കേട്ടോ. പിന്നെ പറഞ്ഞാൽ അടപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ പണികളും അടപ്പത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കഴിയണ വിധത്തിലും കുറച്ച് നേരത്തെ എണീക്കാൻ നോക്കും. അടപ്പത്ത് തന്നെ ഒരു അടപ്പ് ഇങ്ങനെ കത്തിക്കൊണ്ട് എല്ലാം വേണമല്ലോ പൈലും ഇങ്ങോട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ എണീറ്റ് നമ്മളെ പണി തന്നെ നേരത്തെ കഴിയും. അല്ലെങ്കിൽ ഉപ്പേരിയോ കറി വറുത്തിടലോ മീൻ വറുക്കലൊക്കെ ആയിട്ട് ഗ്യാസ് മേലെ ഇങ്ങോട്ട് കഴിച്ചാൽ മതിയെന്ന്. ഇപ്പോൾ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു എളുപ്പപ്പണി കാട്ടും കേട്ടോ. എന്തായാലും ഞാൻ പാത്രമൊക്കെ കഴുകട്ടെ. ഇത് മക്കൾ ചായ പിടിച്ച പാത്രം, ഞാൻ ചായ പിടിച്ച പാത്രമൊക്കെ അവിടെ അങ്ങോട്ട് ഒലുമ്പി വെച്ചതേന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് ശരിക്കും കഴുകാനൊന്നും ഞാനും നിന്നിട്ടില്ലേന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ പണിയൊക്കെ ഒരുങ്ങിയതിന് ശേഷം പിന്നെ ഇവിടുന്ന് പാത്രം കഴുകാണ്. പിന്നെ പറഞ്ഞതാ നല്ല വെള്ളത്തിൽ ഒലുമ്പണുണ്ട് കേട്ടോ. ഇനി ഇത് കണ്ടാണ്ട് എങ്ങനെയാണോ വൃത്തിയില്ലാതെയാണോ പാത്രം കഴുകണമെന്ന് ആരും പറയണ്ട കേട്ടോ. നമുക്ക് ഇവിടെ സിങ്കിൻ്റെ അടുത്ത് പൈപ്പില്ലെങ്കിൽ ഇങ്ങനെ പാത്രം കഴുകിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് തന്നെ ആവട്ടെ. അപ്പോൾ വിശേഷങ്ങളും വീഡിയോ എത്രയേ ഉള്ളൂ മക്കളെ. ഞാൻ അടുത്തൊരു നല്ല വിശേഷം വീഡിയോ കാണുന്നവർക്ക് ബൈ.